ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ SCERT ഫിസിക്സിൻ്റെ സീരീസിൽ ചലന സമവാക്യങ്ങൾ എന്ന 9th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക് നമ്പർ 5 ആണ് ചലനം. ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ലെസൺസ് എല്ലാം കവർ ചെയ്തതിന് ശേഷം അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകും. അതാണ് നമ്മളുടെ രീതി. പുതിയതായിട്ട് വന്നവർക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചലനവുമായി ബന്ധപ്പെട്ട് ഓൾറെഡി 2-3 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് SCERT സീരീസ് ഫിസിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലേക്ക് ചെല്ലുക കേട്ടോ. ഇനി അതുകൂടാതെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എക്സാം വോയേജ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഫിസിക്സിൻ്റെ ഒരു സീരീസിൽ കുറച്ചുകൂടി ഈ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തതിന് ശേഷം ഒരു റിവിഷൻ സീരീസ് ആരംഭിക്കുകയാണ്. ആ ഒരു റിവിഷൻ സീരീസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പോളുകളും എക്സാമുകളും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ടെലഗ്രാം ചാനലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓർക്കുക, ഇത് 9th സ്റ്റാൻഡേർഡിലെയാണ്, ഓൾഡ് SCERT ആണ് കേട്ടോ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. നിർബാധം പതിക്കുന്ന ഒരു കല്ലിൻ്റെ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴുമുള്ള പ്രവേഗമാണ് ഇവിടെ ടേബിളിൽ തന്നിട്ടുള്ളത്. സമയം 0 സെക്കൻഡ് ആയിരിക്കുമ്പോൾ അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് അതിൻ്റെ ആദ്യ പ്രവേഗമാണത് അല്ലേ, ആദ്യ പ്രവേഗം. ആദ്യ പ്രവേഗത്തിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് U എന്ന അക്ഷരം കൊണ്ടാണ്. അതുപോലെ 4 മീറ്റർ പെർ സെക്കൻഡിൽ 4 സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ ഒരു പ്രവേഗം. അതിനെ നമുക്ക് അന്ത്യപ്രവേഗം എന്നും വിളിക്കാം. അന്ത്യപ്രവേഗം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് V എന്ന അക്ഷരം കൊണ്ടാണ്. ഓർത്തിരിക്കുക, നമ്മൾ ആൽഫബറ്റ്സ് എഴുതുമ്പോൾ ആദ്യം U ആണ് എഴുതുക അല്ലെ, അത് കഴിഞ്ഞിട്ടല്ലേ V എഴുതുക, UV അല്ലെ. അപ്പോൾ ആദ്യ പ്രവേഗം U എന്നും അന്ത്യപ്രവേഗം V എന്നുമാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണേ. അപ്പോൾ ഇവിടെ കല്ലിൻ്റെ ആദ്യ പ്രവേഗം U എന്നും അന്ത്യപ്രവേഗം V എന്നുമാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷനാണ് പ്രവേഗ മാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം എന്ന് പറയുന്നത് എന്താണ്? അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറച്ച് അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രവേഗമാറ്റം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഏത് രണ്ടെണ്ണം? അന്ത്യപ്രവേഗവും ആദ്യ പ്രവേഗവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പ്രവേഗമാറ്റം അല്ലെങ്കിൽ V-U എന്ന് പറയുന്നത്. അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മറ്റൊരു ഇക്വേഷനിലേക്ക് വരികയാണ്. അതായത് ത്വരണം കണ്ടെത്തുന്നതിനുള്ള സമവാക്യത്തിൽ നിന്ന് അന്ത്യപ്രവേഗം കണ്ടെത്താനുള്ള ഒരു സമവാക്യം നമുക്ക് രൂപീകരിച്ചെടുക്കാം. അന്ത്യപ്രവേഗം എന്ന് പറയുമ്പോൾ V ആണ് അല്ലേ. അപ്പോൾ A = V-U/T എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് അന്ത്യപ്രവേഗമായ V കാണാനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ A = V-U/T. ഇനി നമുക്ക് AT = V-U എന്ന് എഴുതാലോ. ഈ ടിയെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് എയുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് AT = V-U എന്ന് വന്നു ആണല്ലോ. ഇനി നമുക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണ്? V ആണ് അല്ലേ. V അന്ത്യപ്രവേഗത്തിനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ Vയെ മാത്രം നമുക്കൊരു സൈഡിലേക്ക് നിർത്താം. എന്നിട്ട് ഈ യുവിനെ ATയുടെ അടുത്തേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ എന്തായി? U + AT എന്നായല്ലോ. U + AT. അത് തന്നെയാണ് നമ്മൾ ഫോം ചെയ്ത അന്ത്യപ്രവേഗം കാണാനുള്ള ഇക്വേഷൻ V = U + AT. ഇതാണ് ഒന്നാം ചലന സമവാക്യം. എങ്ങനെ നമ്മൾ എഴുതുന്നത്? ഒന്നാം ചലന സമവാക്യമാണ് V = U + AT. ഇതങ്ങ് പറഞ്ഞ് ബൈഹേർട്ട് ചെയ്ത് വെക്കുക. ഈ ചാപ്റ്ററിലുടനീളം നമുക്ക് ഈ ഒരു ഇക്വേഷനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ V = U + AT എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരുപാട് ഗ്രാഫുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എന്താണ് ഗ്രാഫിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്? ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് അളവുകൾ തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാനൊക്കെ സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ഗ്രാഫിൽ നിന്ന് സമവാക്യം രൂപീകരിക്കാനും അതുപോലെ മാത്സ് പ്രോബ്ലംസിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഈസി ആയിട്ട് കണ്ടെത്താനും ഒക്കെ ഗ്രാഫ് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിരിക്കുകയാണ്. സമയം, സ്ഥാനം. ഈ സമയവും സ്ഥാനവുമുള്ള ടേബിൾ ഉപയോഗിച്ചിട്ടൊരു ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 0 സെക്കൻഡിൽ 0 മീറ്റർ, 1 സെക്കൻഡിൽ 2 മീറ്റർ, ആ രീതിയിലാണ് ഇത് പോയിട്ടുള്ളത്. 2 സെക്കൻഡിൽ 4 മീറ്റർ, 3 സെക്കൻഡിൽ 6 മീറ്റർ, 4 സെക്കൻഡിൽ 8, 5-ൽ 10, 6-ൽ 12.
അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ഗ്രാഫ് ഇവിടെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 10 സെക്കൻഡിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 10 സെക്കൻഡിൽ എങ്ങനെയാണ്? 10 സെക്കൻഡിലെ സ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കും? 10 സെക്കൻഡിന് നേരെയുള്ള പോയിന്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ അത് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ എത്രയായി? 50 ആണ് അല്ലേ? അപ്പോൾ 10 സെക്കൻഡിൽ 50 മീറ്റർ ആണ്. ഓക്കെ. അതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രാഫ് നോക്കിയിട്ട് എങ്ങനെയാണ് ആൻസർ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അടുത്തൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതാ, തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുക്കാവുന്ന രീതിയിലാക്കുന്നതിനാണ് നമുക്ക് തോതെടുക്കേണ്ടി വരുന്നത്. അതായത് ഒരു തോത്, ഇപ്പോൾ എക്സ് ആക്സിസിൽ ഒരു തോത്, വൈ ആക്സിസിൽ ഒരു തോത് എടുത്തിട്ടാണല്ലോ നമ്മൾ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുള്ളത് അല്ലേ? എക്സ് ആക്സിസിൽ സമയം എന്ന തോത്, അതുപോലെ തന്നെ വൈ ആക്സിസിൽ സ്ഥാനം മീറ്ററിലും എടുത്തിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഡേറ്റ തരുമ്പോൾ ആ ഡേറ്റയെ ഗ്രാഫിൽ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തോത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ വലിപ്പം കുറഞ്ഞു വരും എന്നുള്ളതാണ് കേട്ടോ. തോത് കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രാഫിൻ്റെ സൈസ് കുറഞ്ഞു വരും. പക്ഷെ മൂല്യത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഗ്രാഫിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിരിക്കുന്നത് കണ്ടോ? ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചിത്രീകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 0 സെക്കൻഡിൽ 0 ആണ് അതിൻ്റെ മീറ്റർ അല്ലെ? 0 മീറ്റർ ആണ് അത് കവർ ചെയ്തത്. 2 സെക്കൻഡിൽ 5 മീറ്റർ ആണ്. 4 സെക്കൻഡിൽ എത്രയാണ് അത് കവർ ചെയ്തത്? 20 ആണ് അല്ലേ? 20 മീറ്റർ ആണ്. 6 സെക്കൻഡിലാണെങ്കിൽ 26 മീറ്റർ ആണ്. അതുപോലെ 8 സെക്കൻഡിലാണെങ്കിൽ 44 മീറ്റർ ആണ്. ദെൻ 10 സെക്കൻഡിലാണെങ്കിൽ 50 മീറ്റർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തത്. ഈ ടേബിളിലെ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മളോട് ഇവിടെ ഈ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് എക്സ് ആക്സിസിൽ സമയമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സമയം നമുക്ക് ഈ ടേബിളിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? 2, 4, 6, 8, 10 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിലും എങ്ങനെയായിരിക്കണം? 2, 4, 6, 8, 10 എന്ന രീതിയിലാണ് എക്സ് ആക്സിസ് പോകുന്നത്. ഇനി വൈ ആക്സിസിൽ എന്താണ് തന്നിട്ടുള്ളത്? ഇതൊരു സ്ഥാന സമയ ഗ്രാഫാണ് നമ്മൾ ചിത്രീകരിക്കാൻ പോകുന്നത്. സ്ഥാനമാണ്. 0, 5, 20, 26, 44, 50 എന്ന രീതിയിലാണ്. അപ്പം നമുക്കതിനെ എങ്ങനെ എടുക്കാം? നമ്മൾ ഒരു ഗ്രാഫിൽ ഈ തന്നിട്ടുള്ള ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തോത് ക്രിയേറ്റ് ചെയ്യാണ്. ആ തോത് എന്ന് പറയുന്നത് നമുക്ക് 10, 20 അങ്ങനെ എടുക്കാമല്ലോ. 10, 20, 30, 40, 50. അപ്പോൾ അങ്ങനെ 50 വരെ നമുക്ക് എഴുതാം. 50. ഓക്കെ. ഈ തോതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രാഫുകൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേബിളിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 0 സെക്കൻഡിൽ 0 ആണ് അതിൻ്റെ സ്ഥാനം എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 0 സെക്കൻഡിൽ 0 ആണ്. അതുപോലെ തന്നെ 2 സെക്കൻഡിലാണെങ്കിലോ 5 മീറ്റർ ആണ്. 2 സെക്കൻഡിൽ 5 മീറ്റർ. അപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് വരും കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരും. 4 സെക്കൻഡിലാണെങ്കിൽ എത്രയാണ് പറഞ്ഞിരുന്നത്? 4 സെക്കൻഡിൽ 20 ആണ്. 4 സെക്കൻഡിൽ 20 ആണ്. അപ്പോൾ 20യുടെ അടുത്തേക്ക് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് 6 സെക്കൻഡിൽ 26 അല്ലായിരുന്നോ? 6 സെക്കൻഡിൽ 26, 8 സെക്കൻഡിൽ 44. ഓക്കെ. 6 സെക്കൻഡിൽ 26 ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ 26 എന്ന് പറയുമ്പോൾ ഏകദേശം 30യുടെ അടുത്തോട്ട് വരും അല്ലേ? ഈ ഒരു ഭാഗത്ത് വരും. പിന്നെ 8 സെക്കൻഡിൽ നമ്മൾ പറഞ്ഞത് 44 ആയിരുന്നു. 44 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് വരും. എവിടെ വരും? 44 ഈ ഒരു ഭാഗത്ത് വരും. പിന്നെ വരുന്നത് 10 സെക്കൻഡിൽ 50 അല്ലായിരുന്നോ? അപ്പോൾ 50. അപ്പോൾ ഇതിനെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇതിനെ ജോയിൻ ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു ഗ്രാഫ് നമ്മളിനി ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ. ഓക്കെ. ഇങ്ങനൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു ഗ്രാഫ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കറക്റ്റായിട്ട് ഒരു നിശ്ചിത സമയ ഇടവേളകളിൽ തുല്യ ദൂരം അല്ല സഞ്ചരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? നേർരേഖയിലല്ല. പക്ഷേ ഇതിന് മുന്നൊരു ഗ്രാഫ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് വന്നത്? നേർരേഖയിലുള്ള ഗ്രാഫായിരുന്നു അല്ലേ? ഇത് നേർരേഖയിലുള്ള ഗ്രാഫായിരുന്നു. അപ്പോൾ രണ്ടാമത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാഫ് നേർരേഖയിലല്ല ആണല്ലോ. ഇപ്പോൾ നമ്മൾ ചെയ്തത് രണ്ടാമത്തെ ഗ്രാഫ് അത് നേർരേഖയിലല്ല. ഇവിടെ തന്നിട്ടുള്ള പോയിന്റ് ഇതാണ്. സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനസമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. സമവേഗത്തിലാണെങ്കിൽ സ്ഥാനസമയ ഗ്രാഫ് നേർരേഖയിലും, അതുപോലെ നേർരേഖയിലല്ല എന്നുണ്ടെങ്കിൽ വസ്തു എന്താണ്? അസമവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പ്രവേഗ സമയ ഗ്രാഫ് നോക്കാം. പ്രവേഗ സമയ ഗ്രാഫ് ഇവിടെ എക്സ് ആക്സിസിൽ 0, 2, 4, 6, 8, 10 എന്ന് പറയുന്ന സമയവും, അതുപോലെ വൈ ആക്സിസിൽ പ്രവേഗം ആണ് തന്നിട്ടുള്ളത്. പ്രവേഗം 10 ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. എല്ലാ സിറ്റുവേഷനിലും 10 ആണ്.
അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കത് ഈ ഒരു രീതിയിലാണ് വരിക അല്ലേ? ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് വരുന്നത്. ഈ ഒരു രീതിയിൽ ആണല്ലോ. നിങ്ങൾ വരച്ച ഗ്രാഫിൽ നിന്ന് രണ്ടാമത്തെയും എട്ടാമത്തെയും സെക്കൻഡിനിടയിലുള്ള സ്ഥാനാന്തരം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, അതുപോലെ എട്ടാമത്തെ സെക്കൻഡ് ഇവിടെയും വരും. അപ്പോൾ ഈ രണ്ടാമത്തെയും എട്ടാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ഥാനാന്തരം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, അതിന് സ്ഥാനാന്തരത്തിന് പ്രത്യേക ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ല. നമ്മൾ പഠിച്ചത് പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം എന്നാണ്. ഓക്കെ, അപ്പോൾ സ്ഥാനാന്തരത്തെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഈ സമയത്തെ പ്രവേഗത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, സമയത്തെ പ്രവേഗത്തിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഏത് രീതിയിൽ എഴുതാൻ പറ്റും? സ്ഥാനാന്തരം ഈക്വൽ ടു പ്രവേഗം ഇൻറ്റു സമയം എന്ന് എഴുതാം. സ്ഥാനാന്തരം ഈക്വൽ ടു പ്രവേഗം ഇൻറ്റു സമയം എന്ന് എഴുതാം. ഓക്കെ, അതായത് എ ബി ഇൻറ്റു, ഇവിടെ ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത് എ ബി ഇൻറ്റു എ ഡിക്ക് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ ബി ഇൻറ്റു എ ഡി ഇതായത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ടാമത്തെ സെക്കൻഡിനും എട്ടാമത്തെ സെക്കൻഡിനും ഇടയിലുള്ള സ്ഥാനാന്തരമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാന്തരം ഈക്വൽ ടു പ്രവേഗം ഇൻറ്റു സമയം. അത്ര വരെ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി ഈ സ്ഥാനാന്തരം കാണാൻ വേണ്ടിയിട്ട് പ്രവേഗം ഇൻറ്റു സമയം വെച്ച് നമ്മൾ ചെയ്യുന്ന അതേ ആൻസർ തന്നെയായിരിക്കും ഈ ഗ്രാഫിൽ എ ബിയും എ ഡിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അതായത് നമുക്കിവിടെ കിട്ടുന്ന പ്രവേഗം എന്ന് പറയുന്നത് ഈ എ ബി സി ഡി എന്ന് പറയുന്ന എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രവേഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചലന സമവാക്യങ്ങൾ. ഈ ചലന സമവാക്യങ്ങൾ പഠിക്കുമ്പോൾ അതിന് മുൻപായിട്ട് കുറേ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻസിലെ ഓരോ ടേംസും ഓരോ ലെറ്റേഴ്സും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളിവിടെ പരിചയപ്പെടാം. അതായത് ഏറ്റവും ആദ്യം നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ എന്ത് പറഞ്ഞു? യുവും വിയും ഒക്കെ പറഞ്ഞില്ലേ? അപ്പോൾ യു, വി, എ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു എന്താണ്, വി എന്താണ്, എ എന്താണ് നിങ്ങൾ പറയണം. എന്താണ് യു എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു യു ആദ്യം എഴുതും, വി അവസാനം എഴുതും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യ പ്രവേഗം, യുവും വിയും എന്താണ്? പ്രവേഗങ്ങളാണ്. യുവും വിയും പ്രവേഗങ്ങളാണ്. അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്. യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്. സെക്കൻഡ്. ഓക്കെ, യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം. ഇനി വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം. ഓക്കെ, ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ്. ഇനി അടുത്തത് ടി എന്ന അക്ഷരം കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ടി എന്ന അക്ഷരം കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സമയമാണ്. ടി സമയമാണ്. അതുപോലെ തന്നെ എസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, സ്ഥാനാന്തരമാണ് അല്ലേ? അപ്പോൾ അതുകൂടി നമുക്കൊന്ന് എഴുതാം. ടി എന്നത് സമയത്തെയും എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നുകൂടി നമുക്ക് നോക്കാം. യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്. അതുപോലെ വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗമാണ്. നമ്മൾ ആൽഫബറ്റ് എ ടു സെഡ് എഴുതുമ്പം ഏറ്റവും ആദ്യം എഴുതുന്നത് യുവും പിന്നെ വിയും ആണ്. അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോഴാണ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ യു എന്നത് ആദ്യ പ്രവേഗവും വി എന്നത് അന്ത്യപ്രവേഗവുമാണ്. എ എന്നത് ആക്സിലറേഷൻ എന്നാൽ ത്വരണം. ടി സമയമാണ് നമുക്കറിയാം. എസ് എന്നുള്ളത് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗങ്ങൾ. ഇനി അടുത്തൊരു ഏരിയയിലോട്ട് വരാം. ഇനി ഇത് കൂടാതെ തന്നെ കുറച്ച് ഇക്വേഷൻസും കൂടി നമ്മൾ ഓർത്ത് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അല്ലേ? ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ഓൾറെഡി നമ്മൾ പഠിച്ചു. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്നത് എന്താണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. ഇനി ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമം. ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വന്ന കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട. ഓരോ ഇക്വേഷൻ്റെയും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ചലന നിയമം നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്? യു ടി പ്ലസ് ഹാഫ്
AT² എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ, ന്യൂട്ടൻ്റെ രണ്ടാം ചലന സമവാക്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു V = U + AT ആണ്. രണ്ടാമത്തേത് എന്താണ്? US = UT + ½ AT² എന്നുള്ളതാണ്. ഇനി അതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ അല്ലെ മൂന്നാമത്തെ ചലന സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? V² = ഒരു സെക്കൻഡ്. ഓക്കെ, V² = U² + 2AS. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇക്വേഷൻസും കൂടി നോട്ട് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്ന രീതി ഒന്നും നമ്മൾ പഠിക്കേണ്ട. ഈ ഇക്വേഷൻസ് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിശ്ചല അവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു വാഹനത്തിന്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ, നിശ്ചലാവസ്ഥയിൽ നിന്നാണ് പുറപ്പെട്ടത്, ആ ഒരു വസ്തുവിന്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 m/s, 8ാമത്തെ സെക്കൻഡിൽ 40 m/s ആണ്. എങ്കിൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ഒരു വസ്തു പുറപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് നമുക്ക് 0 m/s എന്ന് എഴുതാമല്ലോ. 0 m/s എന്ന് എഴുതാം. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട വസ്തുവിൻ്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 m/s, 8ാമത്തെ സെക്കൻഡിൽ 40 m/s ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പം നിശ്ചലാവസ്ഥ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യ പ്രവേഗം U = 0 m/s ആണ്. പക്ഷേ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് 4ാമത്തെ സെക്കൻഡിലും 8ാമത്തെ സെക്കൻഡിലും ഇടയ്ക്കുള്ള ദൂരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ U എന്തായിട്ട് വേണം എടുക്കാൻ? U എന്ന് പറയുന്നത് ഈ 4ാമത്തെ സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള 20 m/s എന്ന ആ ഒരു കാര്യമാണ് നമ്മൾ U ആയിട്ട് എടുക്കേണ്ടത്. അതാണ് പ്രവേഗമായിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ U എന്ന് പറയുന്നത് എത്ര വന്നു? U എന്ന് പറയുന്നത് 20 m/s ആണ്. U എന്നത് 20 m/s ആയിട്ട് നമ്മൾ എടുത്തു. ഇനി V എന്ന് പറയുന്നത് എത്രയാണ്? V എന്നത് 40 m/s ആയി. അപ്പോൾ U 20 എടുക്കാനുള്ള കാര്യം മനസ്സിലായല്ലോ. V എന്നത് 40 m/s എടുത്തു. ഇനി എന്താണ് കാണേണ്ടത്? എങ്കിൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിലുള്ള വസ്തു സഞ്ചരിച്ച ദൂരമാണ് കാണേണ്ടത്. നമുക്ക് കാണേണ്ടത് ദൂരം അല്ലെങ്കിൽ S, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്, സ്ഥാനാന്തരം. ഓക്കെ, അപ്പോൾ അതിൽ ഈ S കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തും കൂടി വേണം? S കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. S = UT + ½ AT² എന്നുള്ളതാണ്. നമുക്കിവിടെ A കിട്ടിയിട്ടില്ല. A നമുക്ക് അറിഞ്ഞുകൂടാ, ത്വരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം ത്വരണം കണ്ടുപിടിക്കണം. അപ്പോൾ ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? A = V - U/T. V നമുക്കറിയാം, U നമുക്കറിയാം, Tയും നമുക്കറിയാം. T എത്രയും തന്നിട്ടുണ്ട്. എത്രയാണ് T? 4 സെക്കൻഡ് ആണ്. 4 സെക്കൻഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? V എന്ന് പറയുന്നത് 40 ആണ്, U 20 ആണ്. 40 - 20 20 എന്ന് കിട്ടി. ടൈം 4 സെക്കൻഡ്. അങ്ങനെ ത്വരണം 5 m/s² എന്ന് കിട്ടി. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി സഞ്ചരിച്ച ദൂരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? S = UT + ½ AT² ആണ്. ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് V² = U² + 2AS എന്നുള്ളതിലാണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയും S കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷേ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് S ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. S = UT + ½ AT² എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യുടെ വാല്യൂ 20 ആണ്, T 4 സെക്കൻഡ് ആണ്, ½ പിന്നെ A എത്ര കിട്ടി? 5 m/s² എന്ന് കിട്ടി. Tയുടെ വാല്യൂ 4 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 120 മീറ്റർ എന്നാണ് എന്ത് കിട്ടുക? സഞ്ചരിച്ച ദൂരം. S = 120 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ ഇത്? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓടിക്കൊണ്ടിരിക്കുന്ന കാർ 3 m/s² മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി. എങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നാണ് കണ്ടെത്തേണ്ടത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാർ 3 m/s² മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ, മന്ദീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ് അല്ലെ. നെഗറ്റീവ് ത്വരണത്തെയാണ് മന്ദീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 m/s² മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട്, ടൈം എത്രയാണ്? 4 സെക്കൻഡ്. അപ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ ആണ് എന്ത്? മന്ദീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് Aനെ -3 m/s² എന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
4 സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിൽ എത്തി v ഈക്വൽ ടു 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ, കാറ് നിൽക്കുന്നത് വരെ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് യു നമുക്ക് കണ്ടുപിടിക്കണം. യു നമുക്ക് കണ്ടെത്തണമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എ നമുക്ക് കിട്ടി -3 ആണ്. ടി എന്ന് പറയുന്ന 4 സെക്കൻഡ് ആണ്. വി എന്ന് പറയുന്ന 0. വി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യപ്രവേഗമാണ്. കാറ് നിൽക്കുന്നത് വരെ. അപ്പം കാറ് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പം നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിനി ആദ്യ പ്രവേഗം കണ്ടുപിടിക്കണം. v ഈക്വൽ ടു u പ്ലസ് AT എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണേണ്ടത് u മാത്രമല്ലേ. യുവിനെ മാത്രം നമുക്കൊരു സൈഡിൽ നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ v ഈക്വൽ ടു 0 ആണ്. 0 ഈക്വൽ ടു യു എത്രയെന്ന് നമുക്കറിയില്ല. യു നമ്മൾ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ -3 ആണ്. ഇനി ടൈം എത്രയാണ്? 4 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? യു ഇവിടെ 4 × 3 12. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് യു -12 ഈക്വൽ ടു 0 എന്ന് വന്നു. അതായത് യു ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിലേക്ക് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 12 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഭാഗത്തോട്ട് വരാം. ഇനി കാറിനുണ്ടായിട്ടുള്ള സ്ഥാനാന്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്ഥാനാന്തരം അല്ലെങ്കിൽ എസ് കാണണം. എസ് ഈക്വൽ ടു UT പ്ലസ് ½ AT² എന്ന് വന്നു. യുവിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 എന്ന് കിട്ടി. 12 × 4 പ്ലസ് ½ AT². എയുടെ വാല്യൂ -3 × 16 അല്ലെ. 4² 16. അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നത്? 24 മീറ്റർ എന്ന് വന്നത്. ക്ലിയർ ആയല്ലോ ഇത്. ഇനി ഒന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്ക് പോയിട്ട് ഒന്നുകൂടെ കേൾക്കാം കേട്ടോ. അപ്പോൾ ക്ലിയർ ആവും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിൻ്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്ററിൽ നിന്ന് 40 മീറ്ററിലേക്ക് എത്തുന്നു എങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ടൈം തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? 5 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്താണ്? ആദ്യത്തെ പ്രവേഗമാണല്ലോ, യു ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40 മീറ്റർ പെർ സെക്കൻഡ് വി യു ആണ്. അപ്പോൾ യു ഉണ്ട്, വി ഉണ്ട്, ടി ഉണ്ട്. നമുക്ക് എന്താ കാണണ്ടേ? ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണ് കാണണ്ടേ. ആക്സിലറേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം. എന്താണ് ഇക്വേഷൻ? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അതാണ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിയുടെ വാല്യൂ 40 ആണ്, യുടെ വാല്യൂ 20 ആണ്. 40 - 20 20 കിട്ടി. ടൈം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. നമുക്ക് എത്ര കിട്ടി? ത്വരണം 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി കാറിനുണ്ടായിട്ടുള്ള സ്ഥാനാന്തരം എത്രയാണെന്നാണ് ബി ക്വസ്റ്റ്യൻ അല്ലേ. ഈ സമയം കൊണ്ട് കാറിനുണ്ടായിട്ടുള്ള സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ചലന സമവാക്യങ്ങളിൽ സ്ഥാനാന്തരം കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാം. എസ് ഈക്വൽ ടു UT പ്ലസ് ½ AT². ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള യുടെ വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്, ടി നമ്മൾ എടുത്തിട്ടുണ്ട്, എയുടെ വാല്യൂ നമുക്കറിയാം. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 150 മീറ്റർ എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാലോ. യുടെ വാല്യൂ 20, ടിയുടെ വാല്യൂ 5, അതുപോലെ ഹാഫ് അങ്ങനെ തന്നെ ഇട്ടു. എ എന്ന് പറയുന്നത് 4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ ടിയുടെ വാല്യൂ 5. എല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 150 മീറ്ററിന് ആൻസർ കിട്ടും. കാറിനുണ്ടായിട്ടുള്ള സ്ഥാനാന്തരം എന്ന് പറയുന്നത് 150 മീറ്റർ. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ. അടുത്ത ഭാഗത്തേക്ക് വരാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 km/h. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനാണ്. അപ്പോൾ പുറപ്പെട്ടതെന്ന് പറയുമ്പോൾ അവിടുത്തെ യു എന്താണ്? 0 ആണല്ലോ. പിന്നെ 10 മിനിറ്റ്സ് കൊണ്ട് ടൈം നമുക്ക് തന്നിട്ടുണ്ട്, 10 മിനിറ്റ് ആണ്. അതുപോലെ 72 km/h ആണ് അല്ലേ. അപ്പോൾ അതെന്താണ്? അന്ത്യപ്രവേഗം അല്ലേ, വി ആണ്. ഇനി നമുക്ക് കാണേണ്ടത് ട്രെയിനിൻ്റെ ത്വരണമാണ് കണ്ടുപിടിക്കേണ്ടത്. ത്വരണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നാണ്. പക്ഷേ വി നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ്? 72 km/h എന്നാണല്ലോ തന്നിട്ടുള്ളത്. നമ്മൾ km/hനെ 1 km/h അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. 72 ഇൻറ്റു, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വെയിലാണ് ഞാൻ പറയുന്നത്, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെയല്ല. 72 ഇൻറ്റു 5/18 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് തമ്മിൽ ക്യാൻസലായിപ്പോൾ 18 × 4 ആണ് 72. അപ്പോൾ 4 × 5 എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 20 മീറ്റർ പെർ സെക്കൻഡ്. അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയിട്ടുള്ളത്. 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് നമുക്ക് വിയുടെ വാല്യൂ കിട്ടി. വിയെ നമ്മൾ km/h ഇരുന്നതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി
ത്വരണം എങ്ങനെയാണ് വി മൈനസ് യു. യു പിന്നെ നമ്മൾ കിലോമീറ്റർ ആണെങ്കിലും മീറ്റർ ആണെങ്കിലും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, സീറോ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി മൈനസ് യു ബൈ ടി. വി എത്രയാണ്? 20 ആണ്. യു 0 ആണ്. ഇനി ടൈം ആണ്. ടൈം നമുക്ക് തന്നിട്ടുള്ളത് 10 മിനിറ്റ്സ് എന്നല്ലേ. ഈ 10 മിനിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് മാറ്റണം അല്ലേ. സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? 10 ഇൻറ്റു 60 ചെയ്താൽ മതി. അപ്പോഴാണ് എത്ര കിട്ടുക? 600 എന്ന് കിട്ടും കേട്ടോ. 600. അപ്പോൾ 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ത്വരണം നമുക്ക് എന്ത് കിട്ടി? 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷൻ 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ അടുത്ത ചോദ്യം? ഈ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരമാണ് കാണേണ്ടത്. ദൂരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? v² = u² + 2as എന്ന ഇക്വേഷനിലേക്ക് ഇടാം അല്ലേ. നമുക്ക് കാണേണ്ടത് എന്താണ്? എസ് അല്ലേ, ദൂരം അല്ലേ കാണേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഇടാം കേട്ടോ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള s = ut + ½ at² വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് ഇക്വേഷനിൽ ഇട്ടാലും പ്രശ്നമില്ല, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാം. v² 20² ആയി, 0² u². അപ്പോൾ അത് അവിടെ അങ്ങ് സോൾവ് ആയി പോയി അല്ലേ. ഈ ഭാഗം അങ്ങ് പോയി. 0² വരുമ്പോൾ ആ ഭാഗം പോയി. പിന്നെ 2as വാല്യൂ നോക്കിയാൽ മതി. 2as 2ഉം 30ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 15 ആയി. അപ്പോൾ 400 = 1/15 ഇൻറ്റു എസ് എന്ന് വന്നു അല്ലേ. ഈ 15 ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 400 × 15 = 6000 മീറ്റർ. 6000 മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? കിലോമീറ്റർ ആക്കി മാറ്റി. 6 km/h എന്നാക്കി. ഇനി നമുക്ക് മറ്റേ ആ ഇക്വേഷനിൽ ഇട്ട് നോക്കിയാലോ. ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മറ്റേ ഇക്വേഷനും കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സംശയമുള്ളവർക്ക് അത് മാറുകയും ചെയ്യും. അപ്പോൾ യുവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. യു എത്രയായിരുന്നു? 0 ആയിരുന്നു അല്ലേ ഇനിഷ്യൽ വെലോസിറ്റി. ടൈം നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി നമുക്ക് എത്ര കിട്ടി? 600 സെക്കൻഡ് എന്ന് കിട്ടിയായിരുന്നു. പിന്നെ ഹാഫ് അതുപോലെ തന്നെ ഇട്ടു. എയുടെ വാല്യൂ എത്രയാണ് നേരത്തെ കിട്ടിയത്? 1/30 അല്ലേ. 1/30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. പിന്നെ ടിയുടെ വാല്യൂ t² അല്ലേ. ടിയുടെ വാല്യൂ 600 ആണെന്ന് നമുക്കറിയാം. t² ആണല്ലോ. അപ്പോൾ ഇൻറ്റു 600 2 തവണ ഇൻറ്റു ചെയ്യണം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗം മൊത്തത്തിൽ ക്യാൻസൽ ആയിപ്പോയി. 0 × 600 എന്നുള്ളത് മൊത്തത്തിൽ 0 ആയിപ്പോയല്ലോ. ഇനി നമുക്ക് ഇവിടെ ഈ 0 തമ്മിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ഇനി 60/3 എത്ര വന്നു? ഇവിടെ 20 വന്നു അല്ലേ. ഇനി ഇവിടെ 2ഉം ഇവിടുത്തെ 600ഉം കൂടി ആകുമ്പോൾ ഇവിടെ 300. ഇനി 300 × 20 മാത്രം ചെയ്താൽ മതിയല്ലോ. 300 × 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 6000 എന്ന് വരും അല്ലേ. 6000 മീറ്റർ ആണ്. 6000 മീറ്ററിന് നമുക്ക് കിലോമീറ്ററിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 1000 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിലോമീറ്റർ എന്ന് കിട്ടും. 6 കിലോമീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തത് ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എസിൻ്റെ വാല്യൂ ചെയ്താലും കറക്റ്റ് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തിലൂടെ സഞ്ചരിക്കുന്നു. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തിയാൽ കാറിൻ്റെ ത്വരണമാണ് കണ്ടുപിടിക്കേണ്ടത്. കാറിൻ്റെ ത്വരണം കാണണം. എ ആണ് കാണേണ്ടത് അല്ലേ. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? യു തന്നിട്ടുണ്ട് അല്ലേ. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സഞ്ചരിക്കുമ്പോൾ യു എന്ന് പറയുന്നത് 0 ആണ്. യുടെ വാല്യൂ 0 ആണ്. ഒരു കാർ സമത്വരണത്തോടെയാണ് സഞ്ചരിക്കുന്നത്. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട്. ടൈമും തന്നിട്ടുണ്ട്. ടൈം 5 സെക്കൻഡ് ആണ്. 100 മീറ്റർ ദൂരം പിന്നിടുന്നു. അത് 100 മീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ എന്താണ്? എസ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ കാറിൻ്റെ ത്വരണമാണ് കാണേണ്ടത്. ത്വരണം കാണാൻ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ എന്നുള്ളത്? v - u/t എന്നാണ് അല്ലേ. അല്ലാതെ തന്നെ നമുക്ക് v കാണാതെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? s = ut + ½ at² അല്ലേ. അതിനകത്ത് വിയുടെ വാല്യൂ ഇല്ല. v നമ്മൾ കാണണമെന്നില്ല. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ സ്പേസ് ഇല്ല, ഒന്ന് ഇറൈസ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ s = ut + ½ at² എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിതിൽ അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എസ് എത്രയാണെന്നാണ് പറഞ്ഞത്? 100 മീറ്ററാണ്. അപ്പോൾ 100 = യു എത്രയാണ്? 0 ആയിരുന്നല്ലോ അല്ലേ. നിശ്ചലാവസ്ഥയിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇൻറ്റു ടി എന്ന് പറയുന്നത് സെക്കൻഡിൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 5 സെക്കൻഡ് + ½ എയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ നമുക്ക് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, എയുടെ വാല്യൂ നമുക്കറിയില്ല. എ ഇനി t². t² എന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 5 × 5 വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 5 × 5 25. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയും കാര്യം ക്ലിയർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗം 0 ആണ്. 0 × 5 0 ആണെന്ന് നമുക്കറിയാം ആണല്ലോ. ഇനി ഇവിടെ വരുന്നത് 100ൻ്റെ അടുത്തോട്ട് നമുക്ക് ഈ ഒരു 2നെ കൊണ്ടുപോകാം. ഈ ഡിവൈഡ് ചെയ്യാനുള്ള 2 ഇങ്ങോട്ട് വരുമ്പോഴേ ഇൻറ്റു ആയി മാറും. അപ്പോൾ 100 × 2 ആയി. ഇനി ഡിവൈഡഡ് ബൈ ഇവിടെ എന്തൊരു 25 ഉണ്ടല്ലോ. ഈ 25 ഇൻറ്റു ചെയ്യാനല്ലേ. ഈ ഇൻറ്റു ചെയ്യാനുള്ള 25 അടിയിലോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനും ആവും.
ഓക്കെ. അപ്പോൾ ഇനി നമുക്കിത് തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ എന്ത് വന്നു? 4 വന്നു. 4 × 2 എത്രയാ? 8. എന്താ നമുക്ക് കാണേണ്ടത് ത്വരണമാണ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് എത്ര കിട്ടും? 8 മീറ്റർ/സെക്കൻഡ് എന്നാണ് ഇവിടുത്തെ ആക്സലറേഷൻ കിട്ടിയിട്ടുള്ളത്. 8 മീറ്റർ/സെക്കൻഡ്. ക്ലിയർ ആയല്ലോ? ഇത് ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിക്കുക, എന്നിട്ട് ഒന്നും കൂടി കേൾക്കാം കേട്ടോ. ഇനി മറ്റൊരു ചോദ്യം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ് ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വസ്തുവിൻ്റെ പ്രവേഗമാണ് കാണേണ്ടത്. ഓക്കെ, പ്രവേഗം കാണണം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ നോക്കണം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ യു എന്താണ്, വി എന്താണ്, അതൊക്കെ കിട്ടുന്നുണ്ടോ നോക്കണേ. നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു. അപ്പോൾ അവിടെ യു നമുക്ക് കിട്ടി. എന്താണ്? 0 ആണ്. 5 മീറ്റർ/സെക്കൻഡ് ത്വരണത്തോടെ, ത്വരണം എന്ന് പറയുമ്പോൾ എ, ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള ടൈമും തന്നിട്ടുണ്ട്. കഴിയുമ്പോഴുള്ള വസ്തുവിൻ്റെ പ്രവേഗമാണ് കാണേണ്ടത്. പ്രവേഗം എന്ന് പറഞ്ഞാൽ ഏത് പ്രവേഗമാണ് കാണേണ്ടത്? നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ആദ്യ പ്രവേഗം നമ്മൾ തന്നിട്ടുണ്ട്. പിന്നെയും നമ്മളോട് പ്രവേഗമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അത് ഏത് പ്രവേഗമാണ്? അന്ത്യപ്രവേഗമാണ്. വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി കാണാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏതാണ്? വി = U+AT എന്നൊരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ത് കിട്ടും? യു എന്നുള്ളത് 0 ആണ്, എ എന്നുള്ളത് 5 ആണ്, ടൈമിൻ്റെ നമുക്കറിയാം 3 ആണെന്നറിയാം. ഇവിടെ 0 ആയിപ്പോയി ഓൾറെഡി. പിന്നെ 5 × 3 15 ആണ്. 15 എന്താണ്? പ്രവേഗം അല്ലേ? മീറ്റർ/സെക്കൻഡ് ആണ് ആൻസർ അല്ലേ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. നമുക്ക് അവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? ഈ ചിത്രത്തിൽ ഒരു ലംബം വരച്ചിട്ട് അതിൻ്റെ 2 ജാമിതീയ രൂപങ്ങളിലേക്ക് തന്നിരിക്കുന്നു. അതിൻ്റെ പരപ്പളവ് കാണുക. അപ്പോൾ എന്തായി? അവിടെ നമുക്ക് പ്രവേഗം കിട്ടും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാം. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് പ്രത്യേക സമയ ഇടവേളകളിലെ സ്ഥാനാന്തരം കണക്കാക്കാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ നിന്ന് പ്രവേഗ സമയ ഗ്രാഫിലേക്ക് ലംബങ്ങൾ വരച്ചാൽ കിട്ടുന്ന ജാമിതീയ രൂപത്തിൻ്റെ പരപ്പളവ് കണ്ടാൽ മതി. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് പ്രത്യേക സമയ ഇടവേളകളിലെ സ്ഥാനാന്തരം കണക്കാക്കാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ നിന്ന് പ്രവേഗ സമയ ഗ്രാഫിലേക്ക് ലംബങ്ങൾ വരച്ചാൽ കിട്ടുന്ന ജാമിതീയ രൂപത്തിൻ്റെ പരപ്പളവ് കണ്ടാൽ മതി എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇവിടെ ഈ ചിത്രം നോക്കിയേ. ഇവിടെ പ്രവേഗ സമയ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെയുള്ള സ്ഥാനാന്തരം കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മേളിലേക്ക് ലംബം വരയ്ക്കുന്നു, ഇവിടുന്ന് മേളിലേക്ക് ലംബം വരയ്ക്കുന്നു. 2 ജാമിതീയ രൂപങ്ങളാക്കി മാറ്റുന്നു അവയെ. അപ്പോൾ ഇതിൻ്റെ പരപ്പളവും കാണുക, ഈ ഒരു ട്രയാങ്കിളിൻ്റെ പരപ്പളവും കാണുക. രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പ്രവേഗം കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അതിൻ്റെ വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൽ 2 പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് സോൾവ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസറിലേക്ക് വരാം. നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ പ്രവേഗമാണ്. ആദ്യ പ്രവേഗം 0 ആണ്. ട്രെയിനിൻ്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h. അതിനെ നമുക്ക് മീറ്റർ/സെക്കൻഡിൽ തന്നിട്ടുണ്ട്. നമ്മുടെ PSC എക്സാമുകളിൽ ഇങ്ങനെ തരില്ല. ഇത് കുട്ടികൾക്കുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് km/h തരുന്നതെങ്കിൽ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാനുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അറിയാലോ എങ്ങനെയാണെന്ന്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ U 0 ആണ്. ഇനി ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട്, ഇവിടെ മിനിറ്റിലല്ലേ തന്നേക്കുന്നത്, ആദ്യം നമുക്ക് ആ മിനിറ്റിനെ എന്ത് ചെയ്യാം? സെക്കൻഡിലേക്ക് മാറ്റാം. ഓക്കെ, ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. മിനിറ്റിനെ എങ്ങനെ സെക്കൻഡിലോട്ട് മാറ്റും? × 60 ചെയ്താൽ മതി. ഓക്കെ, 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 × 60 എത്ര വരും? 300 വരും. 300 സെക്കൻഡ്. വണ്ടിയുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? ഡിസ്റ്റർബൻസ് കണക്കാക്കണ്ട, നമുക്ക് ചാപ്റ്റർ പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ 72 km/h ആണ്. 5 മിനിറ്റ് കൊണ്ട് പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h ആണെങ്കിൽ ത്വരണവും ആ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരവുമാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ വി നമുക്ക് തന്നിട്ടുള്ളത് മീറ്റർ/സെക്കൻഡിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടത്? ട്രെയിൻ സഞ്ചരിച്ച ദൂരവും കാണണം, അതുപോലെ ത്വരണവും കാണണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ത്വരണം കാണാം. ത്വരണം കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഏതാണ്? A = V - U/T. V - U/T ആണേ. അപ്പോൾ നമുക്ക് V അറിയാം. V എത്രയാണ്? 20 അല്ലേ? V 20 ആണ്. U 0 ആണ്.
ക്ലിയർ? ഇനി ടൈം നമ്മൾ കണ്ടുപിടിച്ചു 300 സെക്കൻഡ് ആണ്. അപ്പോൾ 20/300 എന്ന് കിട്ടും. 20/300 എന്ന് പറയുമ്പോൾ ഓക്കെ 20/300 എന്ന് പറയുമ്പോൾ നമ്മൾ 0 തമ്മിൽ ക്യാൻസൽ ചെയ്തു. പിന്നെ വരുന്നത് 2/30 ആണ്. അതായത് 1/15 എന്ന് കിട്ടും. 1/15 എന്നാണ് ആക്സിലറേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തും കൂടി കാണണം, ദൂരം കൂടി കാണണം. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് 1/15 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഞാനൊന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താ, ദൂരമാണ്. ദൂരം കാണാനുള്ള ഇക്വേഷൻ S=ut + ½ at². ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും ഇടാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എസിൻ്റെ വാല്യൂ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. S=ut + ½ at² ആണ്. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ലേ, യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ എന്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഭാഗം 0 ആയിപ്പോൾ. ഈ ഭാഗം 0 ആയി പോകുന്നതുകൊണ്ട് ഇവിടെ ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ½ at² മാത്രമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ½ at² എന്ന് പറയുമ്പോൾ 1/2 × 1/15 × ടിയുടെ വാല്യൂ എത്രയാണ്, 300 ആണ് അല്ലേ. അപ്പോൾ 300ൻ്റെ സ്ക്വയർ ആണ്, 300 × 300. ഓക്കെ, ഇനി നമുക്ക് ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യാലോ. ഇവിടെ എന്ത് വന്നു, 2 ആണ് അല്ലേ. അപ്പോൾ 20 വന്നു. ഈ 20യും ഈ 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 വന്നു. അപ്പോൾ മൊത്തത്തിൽ എന്തായി, 3000 ആയേ. 3000 എന്താണ്, 3000 മീറ്റർ ആണ്. അതിനെ നമുക്ക് കിലോമീറ്ററിലോട്ട് മാറ്റണ്ടേ. കിലോമീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം, 100,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 കിലോമീറ്റർ എന്നേ കിട്ടുന്നത്. 3 കിലോമീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 കിലോമീറ്റർ ആണ് ദൂരം. ക്ലിയർ ആയല്ലോ ഇത്രയും? ഓക്കെ, ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പരിമിതി കുറവുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം. 18 km/h അതിന് 5 m/s നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 m/s നിന്ന് 5 സെക്കൻഡ് കൊണ്ട് 54 km/h. അപ്പോൾ നമുക്കിവിടെ ഇതങ്ങ് നോക്കണ്ട, m/s നോക്കാം. 5 m/s നിന്ന് 5 സെക്കൻഡ് കൊണ്ട് 15 m/s പ്രവേഗത്തിലെത്തിയ കാറിൻ്റെ ത്വരണവും സ്ഥാനാന്തരവും കണക്കാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, യു കണ്ടുപിടിക്കാം. യു ഏതാണിത്, 5 m/s ആണ്. വി എത്രയും തന്നിട്ടുണ്ട്, 15 m/s ആണ്. ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. എന്താ കാണേണ്ടത്, ത്വരണവും കാണണം, സ്ഥാനാന്തരവും കാണണം. ആദ്യം നമുക്ക് ത്വരണം കാണാം. ത്വരണം കാണാനുള്ള ഇക്വേഷൻ v - u/t. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എത്രയാ, 15 ആണ്. യു എത്രയാണ്, 5 ആണ്. ടി എത്രയാ, 5 ആണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 m/s² എന്ന് കിട്ടുമല്ലോ. 2 m/s² ആണെന്ത്, ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 2 m/s² ആണ്. ആക്സിലറേഷൻ 2 m/s². ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, സ്ഥാനാന്തരം. എസ് കാണണം. എസ് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. S= എന്താണ്, ut + ½ at². ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പല ആവൃത്തി അറിയാത്തവർ അതൊന്ന് എഴുതി പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കത് തറവായിക്കോളും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യുവിൻ്റെ വാല്യൂ നമുക്കറിയാം. യുവിൻ്റെ വാല്യൂ എത്രയാണ്, 5 അല്ലേ. 5 ആണ്. ടൈമും 5 ആണ്. പിന്നെ ½ at², ½ എ എത്രയാ, 2 തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടൈം വീണ്ടും 5 ആണ്. 5ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഇൻറ്റു ചെയ്യണം. ഈ 2 ഇൻറ്റു തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. 5 × 5 25 എന്ന് കിട്ടി. പിന്നെ പ്ലസ് ഇവിടെ ഒരു 5 × 5 ഉണ്ട്. അപ്പോൾ 25 വന്നു. അപ്പോൾ എത്രയായി, 50 മീറ്റർ. 50 മീറ്റർ ആണ് ഇതിൻ്റെ സ്ഥാനാന്തരം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ, മാത്സിൻ്റെ പ്രോബ്ലം ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് താഴെ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്തൊരു ചാപ്റ്ററോടെ പഠിക്കാനുണ്ട്. കൂടാതെ തന്നെ 9th സ്റ്റാൻഡേർഡിൽ ന്യൂ SCERTയിലും 2 ചാപ്റ്റേഴ്സ് ഉണ്ട് ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ASMൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ആ ASMൻ്റെ എക്സാം ഓഗസ്റ്റ് 9th സെക്കൻഡ് ഫേസ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ റിവിഷൻ ആരംഭിക്കുന്നത്. റിവിഷൻ ആരംഭിക്കുന്ന ടെലഗ്രാം ചാനലിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ റിവിഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. മറക്കാതെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു ഓൾ.